8, 9 ക്ലാസ്സുകളിൽ ഇനി ഓൾ പാസില്ല. ജയിക്കാൻ മിനിമം മാർക്ക് വേണം. 2026-27 അക്കാദമിക് വർഷം SLCക്കും ജയിക്കാൻ മിനിമം മാർക്ക് വേണം. വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും. പ്രശാന്ത്, ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാർത്തയാണ്. പലതരത്തിലുള്ള വിമർശനങ്ങൾക്കൊക്കെ വിധേയമായിട്ടുള്ള വിഷയമാണ് 8, 9 ക്ലാസ്സുകളിലെ ഓൾ പാസ് സംബന്ധിച്ച് നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന തീരുമാനം എന്താണ്? ഏത് അക്കാദമിക് വർഷം മുതൽ നടപ്പിലാക്കാനാണ് തീരുമാനം? അക്ഷയ, ജൂൺ മാസത്തിലാണ് സംസ്ഥാന വിദ്യാഭ്യാസ കോൺക്ലേവ്, അതായത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായുള്ള കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ഈ കോൺക്ലേവിന്റെ ശേഷം വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് ആണ് മന്ത്രിസഭ പരിഗണിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനം 10ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ജയിക്കാൻ വേണ്ടി വരുന്നു എന്നത് മാത്രമല്ല, 8ാം ക്ലാസ്സിൽ അടുത്ത വർഷം മുതൽ ഈ അധ്യയന വർഷം മുതൽ, അതായത് മിനിമം മാർക്ക് വരുന്നു, അടുത്ത വർഷം മുതൽ 9ാം ക്ലാസ് അത് നടപ്പാക്കും. അതിനടുത്ത വർഷം, അതായത് 2026-27 അധ്യയന വർഷത്തിൽ 10ാം ക്ലാസ്സിലും മിനിമം മാർക്ക് എന്നത് വിജയിക്കാൻ വേണ്ടി മാനദണ്ഡമായി നടപ്പാക്കാൻ പോവുകയാണ്. അതായത് വിദ്യാഭ്യാസ കോൺക്ലേവ് നൽകിയ റിപ്പോർട്ട് പ്രകാരം 10ാം ക്ലാസ്സിൽ ഓരോ വിഷയത്തിനും ഓരോ സബ്ജക്റ്റിനും 30% മാർക്ക് നേടിയിരിക്കണം, എന്നാൽ മാത്രമേ പാസ്സായതായി കണക്കാക്കൂ എന്നതാണ്. അതായത് 8ലും 9ലും എല്ലാം തന്നെ ഇനി ഏതായിരിക്കണം വിജയിക്കാനുള്ള കട്ട് ഓഫ് മാർക്ക് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിച്ചത് തന്നെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു. 10ാം ക്ലാസ് മാർക്ക് വാരിക്കോരി നൽകി 10ാം ക്ലാസ്സിൽ വിദ്യാർത്ഥികളെ വിജയിപ്പിക്കുന്നത് സംസ്ഥാനത്ത് വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്ന ഒരു വിമർശനം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് തന്നെ, പ്രത്യേകിച്ചും അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ പരസ്യമായി പറയുന്ന, അല്ലെങ്കിൽ രഹസ്യ സംഭാഷണത്തിലൂടെ പറഞ്ഞതെല്ലാം തന്നെ പുറത്തായ അവസരങ്ങളെല്ലാം ഉണ്ടായി. അപ്പോൾ ഈ സാഹചര്യത്തിലെല്ലാം തന്നെ ഇത് ഏറ്റവും വളരെ പ്രധാനമാണ്. ഹൈസ്കൂൾ തലത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ഈ വർഷം മുതൽ വരുന്നു, അടുത്ത വർഷം 9ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് വരുന്നു, അതിനുശേഷം 10ാം ക്ലാസ്സിൽ 2026 ആകുമ്പോൾ അത് നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അതായത് മുൻപെല്ലാം നമുക്കറിയാം, ഈ SSLC വിജയിക്കാൻ 210 മാർക്ക് എന്നത് ഒരു പാസ് മാർക്കായി കണക്കാക്കിയിരുന്നു. അത്തരമൊരു സമ്പ്രദായത്തിലേക്ക് വീണ്ടും വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിൽ ഒരു മൂല്യ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ ഉണ്ട് എന്ന് വേണം, സർക്കാരും അത് ഉൾക്കൊള്ളുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നാം മനസ്സിലാക്കാൻ. അതാണ് വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് മന്ത്രിസഭ പരിഗണിച്ചതും അത് നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ മന്ത്രിസഭ പരിഗണിച്ചത് ഈ വയനാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. വയനാട് വലിയ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിട്ടില്ലെങ്കിലും നിലവിലുള്ള രക്ഷാപ്രവർത്തനം തുടരാനുള്ള തീരുമാനമാണ് ഇന്നിപ്പോൾ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഉപസമിതി, അവിടെ 4 മന്ത്രിമാർ നേതൃത്വത്തിലുള്ള ഉപസമിതി അവിടെ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. അത് ഇപ്പോഴത്തെ പോലെ തന്നെ തുടരാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഓരോ വകുപ്പുകളും വയനാട് ചെയ്തു തീർക്കേണ്ട, അല്ലെങ്കിൽ ഇനി നടപ്പാക്കേണ്ട പ്രവൃത്തികൾ ഏതൊക്കെയാണെന്ന് ഇന്ന് മന്ത്രിസഭ ചർച്ച ചെയ്യുകയും അത് ഊർജിതമായി നടപ്പാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൽ പ്രധാനം ഈ വീട്, അതായത് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഉടനടി വീട് കണ്ടെത്തേണ്ടതുണ്ട്. അവർക്ക് വാടക വീട് കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കേണ്ടത്. ഹൈസ്കൂളിലെ ഓൾ പാസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്തിക്കോട്ടെ. അതായത് നിലവിൽ ഈ ഓൾ പാസുമായി ബന്ധപ്പെട്ട് നേരത്തെ വിമർശനം ഉണ്ടാവുകയും പല സംസ്ഥാനങ്ങളിൽ തിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായൊരു വിഷയം കൂടിയാണ്. നിലവിലിപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന്, പൊതുവിദ്യാഭ്യാസ രീതിക്ക് ഇങ്ങനെ ഈ ഒരു സമ്പ്രദായം തുടർന്നു പോരുന്നത് മൂല്യച്യുതി സംഭവിക്കുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് എത്തുന്നത്? ഇതിപ്പോൾ 2026-27, അതായത് അടുത്ത അധ്യയന വർഷവുമല്ല, അത് കഴിഞ്ഞിട്ടാണ് നടപ്പിലാക്കാൻ പോകുന്നതാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ, അക്ഷയ, ഈ ഓരോ വർഷവും, അതായത് ഓരോ വർഷം ഓരോ ടാർഗറ്റായി നിശ്ചയിച്ചാണ് മുന്നോട്ട് പോകാനുള്ള തീരുമാനം. അതായത് ഉടനടി അടുത്ത വർഷം എല്ലാ ക്ലാസ്സുകളിലും ഇത് നടപ്പാക്കുക എന്നതല്ല. അതാണ് ആദ്യം 8ാം ക്ലാസ്സിൽ, അടുത്ത വർഷം 9ാം ക്ലാസ്സിൽ, അതിനുശേഷം 10ാം ക്ലാസ്സിൽ എന്ന രീതിയിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പാസ് മാർക്ക് എന്ന സംവിധാനത്തിലേക്ക് വീണ്ടും വരുന്നു. അതായത് വിജയിക്കാൻ ഇത്ര മാർക്ക് നേടിയവർക്ക്, ആ നിശ്ചിത മാർക്ക് നേടിയവർ മാത്രമേ വിജയിക്കൂ എന്നതാണ്. നിലവിലെ ഗ്രേഡ് സമ്പ്രദായം അനുസരിച്ച് ഒരു തോൽവി എന്നൊരു സംവിധാനമില്ല. മാത്രമല്ല, അതിനുപരി മാർക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ആക്ഷേപമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ, പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടത്ര, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ